സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് സത്യം? ദൈവത്തിൻ്റെ വചനമാണ് സത്യം. ദൈവവചനം മാത്രമാണ് ഇന്ന് ഈ ഭൂമിയിൽ സത്യമായിട്ടുള്ളത്. കാരണം ദൈവമാണ് സത്യം. ആ ദൈവം നമ്മളോട്, മനുഷ്യരാശിയോട് സംസാരിക്കുന്ന വചനങ്ങളാണ് നമ്മൾ വായിക്കുന്ന സത്യവേദ പുസ്തകത്തിലുള്ളത്, വിശുദ്ധ ബൈബിളിലുള്ളത്. ആ ബൈബിളിൽ പറയുന്ന വചനം മാത്രമാണ് സത്യം. ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ, ലോകത്തിൽ നമ്മളിന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും വചനപ്രകാരം ഉള്ള കാര്യങ്ങളുടെ നിവൃത്തീകരണമാണ് ഇന്ന് നടക്കുന്നത്. പ്രവചനങ്ങളുടെ നിവൃത്തീകരണങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മുടെ ലോകത്ത് നടക്കുന്നത് എല്ലാം, നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ വെച്ച് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്ന നമ്മുടെ ക്രിസ്തു വീണ്ടും നമ്മളെ ചേർപ്പാനായി വരുവാനുള്ള കാലം അടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യാശയും അത് തന്നെ ആയിരിക്കണം. ആ ക്രിസ്തു വരുമ്പോൾ നമുക്ക് എടുക്കപ്പെടണം, കർത്താവിനോട് കൂടെ നമ്മൾ എടുക്കപ്പെടണം, നിത്യജീവൻ നമ്മൾക്കും പ്രാപിക്കണം. അത് നഷ്ടപ്പെടാൻ ഇടയാകരുത്. ഇതായിരിക്കണം ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹവും പ്രത്യാശയും. ഇല്ല എങ്കിൽ നമ്മൾ നിത്യനാശത്തിലാണ് നമ്മൾ ചെന്നുപെടാൻ പോകുന്നത്, നിത്യനരകാഗ്നിയിൽ. ദൈവം നമ്മളെ സ്നേഹിച്ചു, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കായി നൽകി. ആ പുത്രനായ യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ നൽകിക്കൊണ്ട്, തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഒഴുക്കിക്കൊണ്ട് നമ്മളിലുള്ള പാപങ്ങളെയെല്ലാം മോചിച്ചു, പാപത്തിന് പരിഹാരയാഗമായി തന്നെ അർപ്പിച്ചു. ആ പാപപരിഹാരയാഗത്തിലൂടെ നമ്മൾ പാപമോചനം പ്രാപിച്ച് നമ്മൾ നിത്യജീവൻ പ്രാപിക്കുവാൻ ഒരു മനുഷ്യൻ ലഭിക്കുന്ന നീതീകരണമാണ് ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം. അതിനായിട്ട് നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം യേശു ക്രിസ്തുവ നിങ്ങളുടെ പാപവിമോചകന, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്. ആ ക്രിസ്തുവിൽ നിങ്ങളായി കഴിഞ്ഞെന്നാൽ നിങ്ങളുടെ നിത്യജീവൻ അത് ഉറപ്പായി കഴിഞ്ഞു. ഇന്ന് നമ്മളീ കാണുന്ന ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ക്രിസ്തു മുഖാന്തരം നമ്മൾ എടുക്കപ്പെടാൻ ഉള്ള സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ നിമിഷം വരെയും നിങ്ങൾ യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, യേശുവിനെ കർത്താവായി രക്ഷിതാവായി നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുക. ഒരു സന്ദർഭം ഇതാ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മനുഷ്യരാശിയോടുള്ള മഹാസ്നേഹമാണ് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കായി, നമ്മുടെ വീണ്ടെടുപ്പ് വിലയായി നമുക്ക് നൽകിയത്. അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്, നിങ്ങളാരും നഷ്ടപ്പെടുത്തരുത്. അതിനായിട്ട് നിങ്ങളെ തന്നെ ക്രിസ്തുവിൻ്റെ മുൻപാകെ സമർപ്പിക്കുക. അപ്പോൾ തന്നെ ദൈവവചനം ആവുന്ന സത്യം എന്താണെന്ന് അറിയുക, അതനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരാത്മസമർപ്പണവും കൂടി നിങ്ങൾക്കുണ്ടാകണം. അതിനായിട്ട് ഞാൻ ഈ ചാനലിലൂടെ എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്ന ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെയും ക്രിസ്തുവിൻ്റെ ആഴമായ വെളിപ്പാടുകളെയും നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനലിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് കേട്ടാൽ നിങ്ങൾക്ക് സത്യം അറിയാൻ കഴിയും. സത്യം നിങ്ങളറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന വചനത്തിൻ്റെ നിവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറ്റുവാൻ ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ മെസ്സേജൊന്നും ഞാൻ സംസാരിക്കുന്നതല്ല, ദൈവം എന്നിലിരുന്ന് തൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്നതാണ്. എനിക്ക് ഇത്ര വലിയ വെളിപ്പാടുകളോ ഇത്ര വലിയ വചന ശുശ്രൂഷയോ ചെയ്യാനുള്ള ഒരു കഴിവും എനിക്കില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ദൈവാത്മാവ് എന്നിലിരുന്ന് ഈ വചന സത്യങ്ങളെ, അതിൻ്റെ പൊരുളുകളെ, അതിൻ്റെ വെളിപ്പാടുകളെ എന്നിലൂടെ ലോകത്തോട് സംസാരിക്കുന്നുണ്ട്, എന്നോടും സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വചന ശുശ്രൂഷ കേൾക്കുവാനും പറയുന്നത്. അല്ലാതെ എനിക്ക് ഈ ചാനലിലൂടെ റീച്ച് കൂട്ടുവാനോ ഇതിലൂടെ എനിക്ക് ആളാകുവാനോ ഒന്നുമല്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ മുഖം പോലും കാണിക്കാതെ
ഞാൻ എൻ്റെ ശബ്ദം മാത്രം, എന്നിലൂടെയുള്ള വചന ശുശ്രൂഷ മാത്രം ജനം കേട്ടാൽ മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വചനം മാത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വചന സത്യം, ദൈവവചനമാവുന്ന സത്യം നിങ്ങൾ കേൾക്കുവാനും നിങ്ങളുടെ ജീവിതത്തിന് നിത്യരക്ഷയ്ക്ക് ഉതകം തക്കവണ്ണം ആ ബുദ്ധിയുള്ള കന്യകയായിട്ട് ഒരുങ്ങുവാൻ, ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനായിട്ട് ബുദ്ധിയുള്ള കന്യകയായിട്ട് ഒരുങ്ങുന്ന ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കാനും ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവവും അത് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നിങ്ങൾ ഈ ചാനലിലൂടെ ഉള്ള മെസ്സേജുകൾ കേൾക്കുക. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മുഴുവനും വചന അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഞാൻ ലോകപ്രകാരമുള്ള ആശയങ്ങളോ ഉപദേശങ്ങളോ ഒന്നും ഞാൻ നൽകത്തില്ല. കാരണം അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ചെയ്യുവാനല്ല ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ, നമ്മെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ നമുക്കായി നൽകിയ പിതാവായ ദൈവത്തെ സ്നേഹിക്കുവാൻ, നമുക്കായി നൽകിയ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നിത്യജീവൻ പ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഈ വചന ശുശ്രൂഷകൾ നിങ്ങൾക്ക് ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.